നമസ്കാരം. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം എന്നതാണ് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ സോഷ്യൽ മീഡിയയ്ക്ക് വളരെയധികം പൊട്ടൻഷ്യലുണ്ട്. നമുക്കറിയാവുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ, അതുപോലെ യൂട്യൂബ്, ഏത് പ്ലാറ്റ്ഫോംസിലും ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനും ബിസിനസ്സിനെ ഉയർത്തിക്കൊണ്ട് വരാനുമുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ആ കഴിവ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിലാണ് കാര്യമിരിക്കുന്നത്. അപ്പം സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് വെറുതെ ഒരു പോസ്റ്റ് ഇട്ടതിലൂടെ മാത്രം നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകത്തില്ല, അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സോ കൂടുതൽ ലീഡ്സോ വരികയില്ല. അതിന് കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു ബിസിനസ്സിനെ വളർത്തിക്കൊണ്ട് വരാം എന്നതാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ യുവർ ഗോൾസ് എന്നുള്ളതാണ്. എന്താണ് നമ്മളുടെ ലക്ഷ്യം എന്ന് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. നിങ്ങളുടെ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഗോൾ ഡിഫൈൻ ചെയ്യേണ്ടത്. അതായത് ചിലർക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാവാം. ആ വെബ്സൈറ്റിലേക്ക് കൂടുതൽ ആളുകൾ വരികയും നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി മനസ്സിലാക്കുകയും അവിടെ നിങ്ങളുടെ ഏതെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ പർച്ചേസ് ചെയ്യുക എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ലക്ഷ്യം. ചിലർക്കൊരു ഷോപ്പായിരിക്കാം. നിങ്ങളുടെ ബിസിനസ് ഒരു ഷോപ്പാണെങ്കിൽ ആ ഷോപ്പിലേക്ക് കൂടുതൽ ആളുകൾ വരിക എന്നുള്ളതാവാം നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഓൺടർപ്രനർ ആണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ കൂടുതൽ ഡൗൺലോഡ് കിട്ടുക എന്നുള്ളതാവാം ചിലപ്പോൾ നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബ്രാൻഡിൻ്റെ ഒരു അവയർനെസ്, ഈ ബ്രാൻഡിനെ പറ്റി ജനങ്ങളെല്ലാം അറിയണം എന്നുള്ളതാവാം നിങ്ങളുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അതുമല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നിങ്ങളുടെ സർവീസ് അവൈൽ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്യണം എന്നുള്ളതാവാം നിങ്ങളുടെ ഗോൾ. അല്ലെങ്കിൽ ലീഡ്സ് കൂടുതൽ വരിക എന്നുള്ളതാവാം നിങ്ങളുടെ ഗോൾ. അത് എന്താണ് ആ ഗോൾ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. ഒരു ഗോൾ തന്നെ ആവണമെന്നില്ല, ഒന്നോ രണ്ടോ ഗോൾ. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെ ഗോളുകളാണ് വേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി. അതുകൊണ്ട് തന്നെ ഇനിഷ്യലി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഗോൾ എന്താണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഗോൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ യുവർ ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുക, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പം കസ്റ്റമേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയും. മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിൽ തന്നെ നമുക്ക് ജിയോഗ്രഫി ഐഡൻറ്റിഫൈ ചെയ്യുക, ഡെമോഗ്രഫി ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ഡെമോഗ്രഫി എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഏജ് ഗ്രൂപ്പ് ഏതാണ്, അവർ പ്രായമുള്ള ആളുകളാണോ, യൂത്താണോ, കുട്ടികളാണോ, ആരാണ് നമ്മുടെ കസ്റ്റമേഴ്സ്, അവരുടെ ഏജ് ഗ്രൂപ്പ് എന്താണ്, അവരുടെ ഇൻകം ലെവൽ എന്താണ്, അവരുടെ ഏത് ടൈപ്പ് ഓഫ് ബിഹേവിയർ ഉള്ള ആളുകളാണ്, അതായത് കൂടുതൽ ടൈം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണോ, അല്ലെങ്കിൽ കാർ പർച്ചേസ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററിയുള്ള ആളുകളാണോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ബിഹേവിയർ, നിങ്ങൾ കാണുന്നൊരു ബിഹേവിയർ ഉണ്ടാകുമല്ലോ, ആ ബിഹേവിയർ എന്താണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ജിയോഗ്രഫി എന്ന് പറയുന്നത് അവരുടെ ലൊക്കേഷൻ ഏതാണ്. ഇപ്പം ഏതെങ്കിലും സിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സർവീസസ് കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ് നിങ്ങളുടെയെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ കൊച്ചിയിലാണ് നിങ്ങളുടെ സർവീസെങ്കിൽ നിങ്ങൾ കാലിക്കറ്റുള്ള കുറേ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. അപ്പോൾ ഏത് ജിയോഗ്രഫിയിലാണ് നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനെല്ലാം കൂടെയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഐഡൻറ്റിഫൈ യുവർ ടാർഗറ്റ് ഓഡിയൻസ്. നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ആരാണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മളുടെ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒട്ടുമിക്ക എല്ലാവർക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ വളരെ നല്ലപോലെ അറിയാം. അപ്പോൾ ഈ കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ റൈറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. അതായത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കൊണ്ട് നമ്മുടെ കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊമോഷൻസ്, നമ്മുടെ പരസ്യം റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏത് പ്ലാറ്റ്ഫോമിലാണ് കൂടുതൽ സമയം ആക്റ്റീവായിട്ടിരിക്കുന്നത് അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ. അതായത് ഇപ്പോൾ ടീൻസ്, യൂത്ത്, ഇവരെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ സർവീസാണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കണം പരസ്യം ചെയ്യേണ്ടത്. കുറച്ചും കൂടെ മുതിർന്ന ആളുകളെയാണ് നിങ്ങളുടെ ബിസിനസ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാം. അതുപോലെ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസിൻ്റെ ഇടയിലാണ് നിങ്ങൾ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലിങ്ക്ഡിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ നിങ്ങളുടെ കസ്റ്റമർ ഗ്രൂപ്പ്, കസ്റ്റമർ ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്ന ടാർഗറ്റ് കസ്റ്റമേഴ്സ് ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്ലാറ്റ്ഫോമിൽ വേണം നമ്മൾ കൂടുതലായിട്ടും ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും കൂടുതലായിട്ട് പ്രൊമോഷൻസ് റൺ ചെയ്യാനും.
നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ കണ്ടൻറ് കലണ്ടർ എന്നാണ്. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള കോണ്ടൻറ്റ് നമുക്കുണ്ട്. അതായത് ഈ ഇമേജസ് ആയിട്ട് ഗ്രാഫിക് ക്രിയേറ്റീവ്സ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ റീൽസ്, വീഡിയോസ്, ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ്, അതുപോലെ യൂട്യൂബിൻ്റെ തന്നെ ലെങ്തി വീഡിയോസ്, മോഷൻ ഗ്രാഫിക്സ്, സ്റ്റോപ്പ് മോഷൻ ഗ്രാഫിക്സ്, ഇതുപോലെ ഏത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുക. ഇതിൻ്റെ ഒരു മിക്സ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാം ഒരു ഗ്രാഫിക് ക്രിയേറ്റീവായിട്ട് സിംഗിൾ ഇമേജ് ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ്സ് പോകുന്നത് നമുക്ക് കൂടുതൽ എൻഗേജ്മെൻറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ കൂടെ നമുക്ക് ഈ വീഡിയോസ്, മോഷൻ ഗ്രാഫിക്സ്, അങ്ങനെ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ബാലൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടൻറ് കലണ്ടർ അല്ലെങ്കിൽ ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു മാസത്തിന് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെയ്യണം. നെക്സ്റ്റ് മന്ത് എന്തൊക്കെയാണ് നമ്മുടെ കമ്പനിയിൽ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നടക്കാൻ പോകുന്ന ഇവൻറ്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏതൊക്കെ സർവീസസാണ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടത്, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്യാമ്പയിൻ എന്നുള്ള ലെവലിൽ നമ്മുടെ കണ്ടൻറ് കലണ്ടർ പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഈ മാസം കൂടുതൽ സെയിൽ നടത്തണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ മന്തിൻ്റെ കൂടുതൽ ആക്ടിവിറ്റി ആ ഒരു പ്രോഡക്റ്റിൻ്റെ സെയിലിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം, ഇപ്പോൾ ഓണം വരികയാണ്, ക്രിസ്മസ് വരികയാണ്, ആ ക്രിസ്മസിന് വേണ്ടിയുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസസ് നമുക്ക് മാർക്കറ്റിൽ ആ സമയത്തൊരു ഓഫറിൽ നമ്മൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ കലണ്ടർ പ്ലാൻ ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ ബിസിനസ്സിനെയും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട് ആ മാസത്തെ ടാർഗറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടൻറ് കലണ്ടറാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് ക്രിയേറ്റ് എൻഗേജിങ് കണ്ടൻറ്റ് എന്നുള്ളതാണ്. അതായത് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്കത് ഫസ്റ്റ് തൊട്ട് തുടക്കം മുതൽ അവസാനം വരെ കണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു എൻഗേജ്മെൻറ്റ് അതിനകത്ത് ബിൽഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഒരു ഗ്രാഫിക് ക്രിയേറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ മോഷൻ ക്രിയേറ്റീവ് ആണ് എന്താണെങ്കിലും ആളുകളെ ഒരു 5 സെക്കൻഡ്സിനെങ്കിലും ഒന്ന് ഹുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് നമ്മൾ അതിൽ ഡെവലപ്പ് ചെയ്തിട്ട് ആ രീതിയിലുള്ളൊരു ഹൈ ക്വാളിറ്റി കണ്ടൻറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. പലരും വെറുതെ എന്തെങ്കിലും ക്രിയേറ്റീവ് പോസ്റ്റുകളൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കാണാറുണ്ട്. അത് നമ്മുടെ ബ്രാൻഡ് ഇമേജിനെ പ്രതികൂലമായിട്ട് ബാധിക്കത്തേ ഉള്ളൂ. നമ്മുടെ ബ്രാൻഡിനെ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർ കാണണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് അതായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള നല്ലൊരു കണ്ടൻറ് പ്ലാനിങ്ങിലൂടെ നല്ല ഡിസൈൻസ് ഉപയോഗിക്കുക, നല്ല വീഡിയോ ക്വാളിറ്റി ഉപയോഗിക്കുക, നല്ല എൻഗേജിങ് ആയിട്ടുള്ള വെറുതെ ആളുകളെ മടുപ്പിക്കുന്ന തരത്തിലുള്ള ക്രിയേറ്റീവ്സ് അല്ലെങ്കിൽ കണ്ടൻറ്റോ റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന കണ്ടൻറ്റ് ഉപയോഗിക്കാതെ ഏത് സമയത്ത് ഒരു ഫ്രഷ് അപ്രോച്ച് കൊടുക്കുന്ന രീതിയിലുള്ള ക്രിയേറ്റീവ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റെപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് മോണിറ്റർ ആൻഡ് മെഷർ യുവർ റിസൾട്ട്സ് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ കാണുന്നത് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞ് നോക്കത്തില്ല. ഏതെങ്കിലും ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര ആളുകൾ അതിലേക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട്, എത്ര വ്യൂ വന്നിട്ടുണ്ട്, എത്ര ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ആളുകൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇതിനെ മനസ്സിലാക്കിയിട്ട് അതിന് നല്ല റെസ്പോൺസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതിന് ആ കണ്ടൻറ്റിന് പകരം പുതിയ കണ്ടൻറ്റ് ആ ഒരു ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അതിനുവേണ്ടിയുള്ള പല അനലിറ്റിക്സ് ടൂൾസ് നമുക്കിന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാണോ ആ പ്ലാറ്റ്ഫോമിൽ തന്നെയുള്ള ബേസിക് ആയിട്ടുള്ള അനലിറ്റിക്കൽ ടൂൾസ് ഉണ്ട്. ഇതിന് എത്ര മെട്രിക്സ് എന്തൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനെ ബേസ് ചെയ്തിട്ട് ഈ കണ്ടൻറ്റ് കൂടുതൽ പെർഫോമിംഗ് അല്ലെങ്കിൽ ആ കണ്ടൻറ്റ് മാറ്റിയിട്ട് പുതിയ ഒരു ക്രിയേറ്റീവ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പ്ലാൻ ചെയ്ത് ആ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അടുത്ത സ്റ്റെപ്പ് നമ്പർ 7 എന്ന് പറയുന്നത് എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ക്രിയേറ്റീവ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ മെട്രിക്സ് നോക്കുന്നത് പോലെ തന്നെ അതിലേക്ക് ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ കൊടുക്കുക. ഇപ്പം ഒരാൾ എന്തെങ്കിലും ഇതിനെ ബേസ് ചെയ്തിട്ടല്ലാത്ത തന്നെ ക്യൂറീസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അതിന് കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ കൂടുതൽ ഈ ഓരോ പോസ്റ്റുകളിലേക്കും റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് ഈ പോസ്റ്റുകൾ കാണാൻ സാധിക്കത്തുള്ളൂ. അത് എപ്പോഴും കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചെറിയ 1-2 ആദ്യമായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ മണിക്കൂറുകളിൽ വരുന്ന 1-2
കമൻ്റ് ആണെങ്കിൽ പോലും അതിന് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും കൃത്യമായിട്ട് അതിന് റിപ്ലൈ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ പോസ്റ്റിന് കൂടുതൽ എൻഗേജ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഇനിഷ്യൽ ടൈമിലുള്ള കമൻസിനെയും അതുപോലെ മെസ്സേജസിനെ ഒന്നും ഇഗ്നോർ ചെയ്യരുത്. അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ കൊടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേ അപ് ടു ഡേറ്റ് വിത്ത് ദ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആൻഡ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോംസാണ്. എല്ലാ പ്ലാറ്റ്ഫോംസ് എടുത്ത് നോക്കുകയാണെങ്കിലും അവർ എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാലത്തിനനുസരിച്ച് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് മാറും. ഇന്ന് കാണുന്ന ഫീച്ചർ ആയിരിക്കില്ല നാളെ കാണുന്ന ഫീച്ചർ. അപ്പോൾ അത് ഏതൊക്കെ ഫീച്ചറാണെന്ന് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് കണ്ടൻറ് പ്ലാൻ ചെയ്യാനും നമ്മുടെ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ട്രെൻഡ്സിനെ ഫോളോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സമയത്തും സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ നിങ്ങളെടുത്ത് കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാവും, ഓരോ മ്യൂസിക് ആയിരിക്കും ആ സമയത്തൊരു ട്രെൻഡ് എന്ന് പറയുന്നത്. ആ മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ട് റീൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിനെ ആ ഒരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എൻഗേജ്മെൻറ്റ് ബിൽഡ് ചെയ്യാനും ഒരു ബ്രാൻഡ് അവയർനെസ് കിട്ടുവാനും സാധ്യതയുണ്ട്. അതുപോലെ ട്രെൻഡ്സ് ഏതൊക്കെയാണ് കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങളുടെ കോണ്ടൻറ്റ് പ്ലാൻ ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഈ സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നിങ്ങളുടെ ബിസിനസ് ഗോൾ എന്താണോ ആ ഗോൾ അച്ചീവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെയും കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ ഓരോ ബിസിനസ് ഏത് സൈസിലുള്ള ബിസിനസ്സാണ്, ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ ബിസിനസ് ആണെങ്കിലും ഗ്രോയിങ് ബിസിനസ് ആണെങ്കിലും കൃത്യമായിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി വേണം എന്നുള്ളത് അത്യാവശ്യമാണ്. ഇന്നത്തെ സമയത്ത് ആളുകളെല്ലാം ഫോണിലാണ്. നിങ്ങൾ ഈ ഫോണിൽ ആളുകൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിരിക്കുമ്പോൾ നിങ്ങൾ വേറെ എവിടെയും കൊണ്ട് പരസ്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെയും കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.